അതുപോലെ തന്നെ 24 സ്റ്റിക്കും ഒരു ഡൈസുമാണ് ഇതിനുള്ളത്. അങ്ങനെ യെല്ലോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ സ്റ്റിക്ക് എടുക്കാവുന്നതാണ്. 6 കളേഴ്സും നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ആർക്കാണോ അവരായിരിക്കും ചെയ്യിക്കുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഗെയിമിംഗ് ടോയ് ആയിട്ടാണ്. അതിൻ്റെ പേരാണ് മെമ്മറി ചെസ് ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോജിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ ബിഗിനിങ് എബിലിറ്റി ആൻഡ് ഇൻട്രാക്റ്റീവ് ഗെയിംസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇത് പേര് പോലെ തന്നെ ഒരു മെമ്മറി ഗെയിമിംഗ് കൂടെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വന്നേക്കുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗെയിമിംഗ് ടോയ്. വുഡൻ ബോർഡാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിക്കും അതുപോലെ തന്നെ ഡൈസും. 24 ഹോളാണ് ഈ ബോർഡിലുള്ളത്. അതുപോലെ തന്നെ 24 സ്റ്റിക്കും ഒരു ഡൈസുമാണ് ഇതിനുള്ളത്. അപ്പം ഇത്രയുമാണ് ഈ ഗെയിമിന് വേണ്ട കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി ഈ കവർ പൊട്ടിച്ച് സ്റ്റിക്കെല്ലാം പുറത്തെടുക്കാം. ആറ് കളേഴ്സിലാണ് ഈ സ്റ്റിക്ക് വന്നിരിക്കുന്നത്. ഒരു കളറിന് 4 എണ്ണം വെച്ചാണുള്ളത്. പിന്നെ ഒരു ഡൈസുമാണുള്ളത്. അങ്ങനെ ആകെ മൊത്തം 24 സ്റ്റിക്കാണുള്ളത്. അതുപോലെ തന്നെ ഈ ബോർഡിൽ 24 ഹോളുമാണുള്ളത്. പിന്നെ വരുന്നത് ഈ ഡൈസാണ്. ഈ ഡൈസിൽ ഈ കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് എന്ന് നോക്കാം. ഏകദേശം ഒരു 3 തരത്തിൽ ഈ ഗെയിം നമുക്ക് കളിക്കാം. അതിൽ നമുക്ക് ആദ്യത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റിക്കെല്ലാം ഈ ഹോളിൽ ഇട്ട് വെക്കണം. അപ്പം എവിടേക്കാണ് ആ സ്റ്റിക്ക് ഏത് കളറിലൊക്കെയാണ് എന്ന് അറിയുവാണെങ്കിൽ ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഗെയിം കളിക്കാൻ എളുപ്പമാകും കേട്ടോ. അതാണ് ഇതിനെ മെമ്മറി ഗെയിം എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ 24 സ്റ്റിക്കും ഈ ഹോളിൽ സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഡൈസ് ഇടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഡൈസ് എടുക്കുക. അങ്ങനെ നമ്മൾ ഡൈസ് ഇടണം. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് യെല്ലോ സെലക്ട് ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് ഗ്രീൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്തയാളാണ് ഈ ഗെയിം കളിക്കുക. അടുത്തയാളെ ഡൈസ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെയും വീണ്ടും യെല്ലോ കിട്ടി. അപ്പം അവിടെയും യെല്ലോ കിട്ടിയില്ല, ബ്ലൂ ആണ് എടുത്തത്. അപ്പം ആ സ്റ്റിക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും കിട്ടിയത് വൈറ്റ് ആണ്. അങ്ങനെ ഗെയിം കണ്ടിന്യൂ ചെയ്യുക. ആർക്കാണോ ഡൈസ് കിട്ടിയ കളർ എടുക്കാൻ പറ്റുക അവർക്കായിരിക്കും ആ സ്റ്റിക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഗെയിം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ യെല്ലോ കിട്ടിയിരിക്കുകയാണ്. അപ്പം അവർക്ക് ആ സ്റ്റിക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ യെല്ലോ വീണ്ടും വീണിരിക്കുകയാണ്. പക്ഷേ എടുത്തപ്പോൾ ബ്ലാക്കാണ് കിട്ടിയത്. പിന്നെ ഇട്ടു വൈറ്റ്. അങ്ങനെ ഗെയിം കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ അവർക്കും അങ്ങനെ മറ്റേ ആൾക്കും ബ്ലൂ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഗെയിം കണ്ടിന്യൂ ചെയ്ത് പോവുക. അങ്ങനെ ഈ സ്റ്റിക്ക് തീരുന്നോടം വരെ നമുക്ക് ഗെയിം കളിക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ആരുടെ കയ്യിലാണുള്ളത് അവരായിരിക്കും ഈ ഗെയിമിൽ വിൻ ചെയ്യുക. അതാണ് നമുക്ക് മെമ്മറി വേണം. ഏത് കളറാണ് ഏത് ഹോളിലാണ് വെച്ചിരിക്കുന്നത് എന്നൊരു മെമ്മറി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കളിയിൽ ജയിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ആദ്യത്തെ രീതിയിൽ നമുക്ക് ഈ ഗെയിം കളിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ രീതി എങ്ങനെയാണ് നമുക്ക് ഈ ഗെയിം കളിക്കുന്നത് നോക്കാം. ഇപ്പം ഡൈസ് ഇടുക. ബ്ലാക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബ്ലാക്ക് എടുത്താൽ നമുക്ക് ആ സ്റ്റിക്ക് കിട്ടും. ബ്ലാക്ക് അല്ല കിട്ടിയിരിക്കുന്നത്, ബ്ലൂ ആണ്. പിന്നെ അടുത്തയാൾ ഇടുക. അവർക്കും ബ്ലാക്ക് തന്നെ കിട്ടി. നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ റെഡ് കിട്ടിയിരിക്കുകയാണ്. യെസ്, റെഡ് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റിക്ക് എടുക്കാൻ പറ്റി കേട്ടോ. ഇനി അടുത്തയാൾ ഇടുക. യെല്ലോ ആണ് വീണിരിക്കുന്നത്. യെസ്, അവർക്കും യെല്ലോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 പേർക്കും സ്റ്റിക്ക് കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ഇടുക. ബ്ലാക്ക് അല്ല വീണിരിക്കുന്നത്. അടുത്ത് വൈറ്റ് ആണ്. വൈറ്റ് എവിടെ? വൈറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ ഗെയിം കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പോൾ ഇവിടുത്തെ ഗെയിം എന്ന് പറയുന്നത് ആർക്കാണോ ഈ 4 കളേഴ്സ് സെയിം ആയിട്ടുള്ള, ഇപ്പോൾ യെല്ലോ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. യെല്ലോ 4 സ്റ്റിക്കും കിട്ടിയിരിക്കുന്നത് ആദ്യം കിട്ടിയിരിക്കുന്ന ആർക്കാണോ അവരാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ യെല്ലോ ആണ് ആദ്യം 4 കളേഴ്സ് സെയിം ആയിട്ട് കിട്ടിയത്.
4 ഒരുമിച്ച് കിട്ടുന്നത്. അങ്ങനെ ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും ഈ കളിയിൽ വിൻ ചെയ്യുന്നത്. ഇപ്പം ഇപ്പുറത്തെ ആൾക്ക് റെഡാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 4 റെഡ് കിട്ടിയിരുന്നെങ്കിൽ അവർ ജയിച്ചാണ്. അപ്പോൾ ഇവിടെ യെല്ലോ ആണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഈ യെല്ലോ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ഗെയിമിംഗ് രീതിയെ. ഇനി അടുത്ത ഗെയിമിംഗ് രീതി എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. അത് നമ്മൾ ഇങ്ങനെ ഡൈസ് ഇടുകയാണ് ചെയ്യുന്നത്. ഡൈസ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കളേഴ്സ് കിട്ടുക. അതാ ഇവിടെ യെല്ലോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ യെല്ലോ സ്റ്റിക്ക് നമുക്ക് എടുക്കാം. ഇനി അടുത്ത ആൾ ഇടുകയാണ്. അങ്ങനെ ബ്ലൂ ആണ്. ബ്ലൂ എടുത്താൽ ഇല്ല, ബ്ലൂ കിട്ടിയില്ല, റെഡ് വന്നു. അടുത്ത ആൾ ഇട്ടു, അതും കിട്ടിയില്ല. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യെസ്, വൈറ്റ് അല്ല. ഓ ബ്ലാക്ക് അല്ല. യെസ്, ബ്ലാക്ക്, നോ. അങ്ങനെ നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യുക. കിട്ടുന്നോടം വരെ നമ്മളിങ്ങനെ ഡൈസിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. യെസ്, അങ്ങനെ വൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ ആൾക്കും ഒരു സ്റ്റിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത്. കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ 6 കളേഴ്സിലുള്ള സ്റ്റിക്കാണുള്ളതെന്ന്. അപ്പം ഈ 6 കളേഴ്സും നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ആർക്കാണോ അവരായിരിക്കും ജയിക്കുന്നത്. അപ്പം ഇവിടെ നോക്കൂ, 6 കളേഴ്സും ഈ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ 6 കളേഴ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള 6 കളേഴ്സ് ആദ്യം കിട്ടുന്ന ആർക്കാണോ അവരായിരിക്കും ഈ കളിയിൽ വിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഈ ഗെയിം കളിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ടൈപ്പ് ഗെയിമിംഗ് രീതിയെ. അപ്പോൾ അങ്ങനെ 3 രീതിയിലും നമുക്ക് ഈ ഗെയിം കളിക്കാവുന്നതാണ് കേട്ടോ. ഇനി എന്തെങ്കിലും പുതിയ രീതി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് രീതി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗെയിമിംഗ് ടോയ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. എല്ലാവരോടും ബൈ.